Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാബുളി ചെന വെച്ചിട്ട് ഒരു ചോലെ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഭട്ടൂരയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ്. ഞാനത് തലേദിവസം ഒന്ന് കുതിർത്തി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 കിലോളം ചോല ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതായത് വെള്ളക്കടല. നമ്മൾ അതിനു വേണ്ടി 2 തക്കാളി, 3 സവാള, പച്ചമുളക്, ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5 അല്ലി, കസൂരി മേത്തി ഒരു ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഈ അളവിൽ മസാലപ്പൊടികളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സവാളയൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. കൂടെ തന്നെ നമുക്ക് ഈ ചെനയും ഒന്ന് വേവിച്ചെടുക്കണം, കടലയും ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. കടല എപ്പോഴും ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം കേട്ടോ, എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. ഇരട്ടി വെള്ളം വെക്കണം കടല വേവിക്കാൻ വേണ്ടിയിട്ട്. കടലയുടെ അളവിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. അതിനുശേഷം 2 വിസിൽ വരട്ടെ. 2 വിസിൽ വരുന്ന പാകത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായ ശേഷം 4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുക. ചെറുജീരകം, നല്ല ജീരകമാണ് ഇടുന്നത്. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റി ചേർക്കാം. സവാളയുടെ പച്ചമണം മാറി നന്നായി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള വേഗം തന്നെ നമുക്ക് വഴങ്ങിക്കിട്ടും. എല്ലാം കൂടി ചേർത്ത് നന്നായി വഴങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്, സവാള ഇവിടെ വഴങ്ങി വരുന്ന നേരം കൊണ്ട്. അപ്പോൾ നമുക്ക് മിക്സി എടുക്കാം. മിക്സിയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ വഴങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ സവാള നമുക്ക് വഴങ്ങി കിട്ടി. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി, മുളക് പൊടി, കസൂരി മേത്തി, ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കയ്യിലെടുക്കാതെ നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചിയും കൂടി ചേർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇത് വഴങ്ങിയ ശേഷം അതിൻ്റെ മസാലക്കുത്ത് മണം മാറിയ ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, തക്കാളി അരച്ചതൊക്കെ. അതിനുശേഷം എണ്ണ തെളിയുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക. എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ ഒരു അളവ് കണ്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ, കുഴമ്പ് രൂപത്തിലാണ് ഈ ഒരു മസാലക്കറികൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടുന്ന മസാലയും അതേ അളവിൽ കിട്ടണം. നമ്മുടെ ചെന ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പകുതിയോളം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. പകുതി ഉടച്ചാണ് നമ്മൾ ചെന ചേർക്കുന്നത്. തിക്ക് ഗ്രേവി ആയിട്ടൊരു മസാലക്കൂട്ട് കറിയാണിത്. അതുകൊണ്ട് തന്നെ പകുതി ചെന, അതായത് കടല കുറച്ചൊന്ന് ഉടച്ച് ബാക്കി ഉടയ്ക്കാതെയും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ചെന മസാല പൗഡറാണ്. 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, നേരത്തെ പറയാൻ വിട്ടുപോയി. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ചെന മസാലപ്പൊടി. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒരു 3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിച്ച പോലെ എടുക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ചെറുതായി ഒന്ന് വറ്റണം. ശരിക്കും തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണിത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നേരത്തെ നമ്മൾ സവാള വഴറ്റുന്ന നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു 3 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് നമുക്ക് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൂരി മസാല, ചോലെ ഭട്ടൂരെ ഒക്കെ നമ്മൾ കഴിക്കില്ലേ, അതിൻ്റെ ഒരു സംഭവമാണ് ഈ കറി. ഇതിലേക്ക് ഒരു ക്യൂബ് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു പിടിയോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആ ഒരു ചെന വെന്ത് കിട്ടുന്ന ഒരു സമയമാണ് ഇതിനെടുക്കുന്നത്. 2 വിസിലോടുകൂടി നമ്മളത് നന്നായി വേവിച്ചെടുക്കും. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നന്നായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചോലെ മസാല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലുള്ള എല്ലാ വിഭവങ്ങളും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കണ്ടോ,
ചെന പകുതിയോളം മീൻസ് ഇങ്ങനെ അതിൻ്റെ മുഴുവനായിട്ട് കിടക്കുന്നു, പകുതി നമ്മൾ ഉടച്ചും ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ്. പകുതിയോളം നന്നായിട്ട് ഉടഞ്ഞ് ചേർക്കും, ബാക്കി പകുതിയോളം അങ്ങനെ കിടക്കും. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.